നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി രംഗത്തെത്തിയതോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും വളരെ വലിയ ആവേശത്തില് വാർത്തകളുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയുടെ ഭാഗമായിട്ട് റഷ്യയിലാണ് ഉള്ളത്. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് കൂടിക്കാഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ആലിംഗനം ചെയ്തതാണ് ഈ യുക്രൈൻ പ്രസിഡന്റിന് വലിയ രീതിയിൽ നിരാശ തോന്നിയെന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയും വാർത്തയും ഒക്കെ തന്നെ ആക്കുന്നുണ്ട്. ഞാനൊരു വാർത്ത വായിച്ച് കേൾപ്പിക്കുക. മോദി ആലിംഗനം ചെയ്തത് ഏറ്റവും വലിയ ക്രിമിനലിന്, മോദി പുടിൻ കൂടിക്കാഴ്ചയിൽ നിരാശയെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി. ഇത് മീഡിയ വണ്ണിലൊക്കെ വലിയ ആവേശത്തിലാണ് മോദിക്കെതിരെ വാർത്ത കൊടുത്തോണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ യുക്രൈൻ പ്രസിഡന്റിന് യുക്രൈനിൽ പോലും ഇത്ര പിന്തുണ ഈ ഒരു വിഷയത്തിൽ കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞിട്ട് ആ പ്രസിഡന്റിന് പിന്തുണ കൊടുക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ട്. എന്തുകൊണ്ട് യുക്രൈൻ പ്രസിഡന്റിന് യുക്രൈനിൽ പോലും അത്ര പിന്തുണ ഈ ഒരു വിഷയത്തിൽ കിട്ടില്ല എന്ന് നമ്മൾ വിളിച്ചു പറയുന്നത് വളരെ ലളിതമാണ്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ലോകത്ത് ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് രമ്യതയിൽ പരിഹരിക്കാൻ ആവശ്യപ്പെടാൻ ലോക നേതാവ് എന്ന് പറയുന്നത് നരേന്ദ്രമോദി മാത്രമേ ഉള്ളൂ. അത് ഏതൊരാൾക്കും യാതൊരു തർക്കവുമില്ലാത്ത വിഷയം തന്നെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിന്റെ മുഖത്ത് നോക്കിയിട്ട് വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്, ഈ ഒരു വിഷയം, ഈ ഒരു യുദ്ധം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സെലൻസ്കിയോട്, യുക്രൈൻ പ്രസിഡന്റിനോട് പറയാനുള്ളത്, നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആരെ ആലിംഗനം ചെയ്യണം, ആരുമായിട്ട് സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകണം, അതൊന്നും സെലൻസ്കിയുടെ രാജ്യവുമല്ല തീരുമാനിക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ്, നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ. ചൈനയൊക്കെയായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ വ്യക്തമായിട്ടൊരു സുരക്ഷാ വലയമുണ്ടാക്കുന്നതിൽ വളരെ പ്രധാനിയാണ് ഈ റഷ്യ എന്ന രാജ്യം. ആ റഷ്യയുമായി ബന്ധപ്പെട്ട് ആലിംഗനം ചെയ്യരുത് എന്നൊക്കെ പറയാൻ ഈ പറയുന്ന യുക്രൈൻ പ്രസിഡന്റ് മുതിരുകയാണെങ്കിൽ അത് യുക്രൈൻ പ്രസിഡന്റിന് പോലും, യുക്രൈൻ എന്ന രാജ്യത്തിന് പോലും നല്ലതല്ല എന്നുള്ളത് അവർ തന്നെ മനസ്സിലാക്കട്ടെ. കാരണം ഇന്ന് യുക്രൈനു വേണ്ടിയിട്ട് പുടിനോട് നേരിട്ടൊരു കാര്യം സംസാരിക്കാൻ ലോകത്ത് തന്നെ മറ്റൊരു നേതാവില്ല എന്നുള്ളതൊക്കെ അവര് മനസ്സിലാക്കുന്നത് വളരെയേറെ നല്ലതായിരിക്കും. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നമ്മുടെ രാജ്യ സുരക്ഷ, നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച, നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ്, അത് തന്നെയാണ് പ്രാധാന്യം. പിന്നെ ഇവിടെ ഒരുപാട് ആളുകൾ കുര തുടങ്ങിയിട്ടുണ്ടല്ലോ, കുരു പൊട്ടിയിട്ട് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടിയും സുബോധമുള്ള സകല ആളുകളുടെ മുന്നിലേക്കും വെക്കാനുണ്ട്. ഈ ഹമാസ് ഈ പറയുന്ന ഇസ്രായേൽ യുദ്ധമാണല്ലോ ഇവിടെ മനുഷ്യത്വം എന്നൊക്കെ പറഞ്ഞു നിരന്തരം ചർച്ചകളും വാർത്തകളും കൊടുത്തോണ്ടിരുന്നത്. ആ സമയത്തും ഈ യുക്രൈൻ റഷ്യ വാറും കാര്യങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരുന്നു. പക്ഷെ ഈ ഇവിടെയുള്ള മാധ്യമങ്ങളുടെ ലക്ഷ്യം വെക്കുന്നതായിട്ടുള്ള വിഭാഗം ആളുകൾ ഈ പറഞ്ഞ യുക്രൈൻ റഷ്യ വാറിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു വിഷയം ഇവിടെ മനുഷ്യത്വം എന്ന് പറഞ്ഞ ആരും തന്നെ വേണ്ടിയിട്ടില്ലായിരുന്നു. ഇതിപ്പോ യുക്രൈൻ പ്രസിഡന്റ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഒരു പ്രസ്താവന ഇറക്കി. ആ സമയത്ത് തന്നെ നമ്മുടെ മാധ്യമങ്ങൾ തീവ്ര ചിന്താഗതിക്ക് സകല ആളുകളും ഒരുമിച്ചിട്ടുണ്ട് ഇപ്പൊ യുക്രൈന്റെ മനുഷ്യത്വം എന്ന്. അപ്പോ ഇന്നലകൾ വരെ ഈ യുക്രൈൻ യാതൊരു മനുഷ്യത്വവും ഇല്ലായിരുന്നു. അപ്പോൾ രാജ്യത്തിനെതിരെ ആര് ശബ്ദിക്കുന്നോ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ ആര് ശബ്ദിക്കുന്നോ അവർക്കൊപ്പമാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെ എന്നുള്ളതും ഈ ഒരു പ്രസ്താവനയിലൂടെ സകല ആളുകളും തിരിച്ചറിയണം.